ഹൈക്കമാൻഡുമായി കേരള നേതാക്കൾ ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട ചർച്ച. കണ്ണൂരിൽ ആര് മത്സരിക്കും? സീറ്റ് തനിക്ക് നൽകണമെന്ന് കെ സുധാകരൻ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡും. പ്രശ്നം കീറാമുട്ടി. ഇരുകൂട്ടരും വഴങ്ങുന്നില്ല. ആരുടെ മുന്നിൽ മുട്ടുമടക്കും? ഒടുവിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചു എംപിമാർ ആരും മത്സരിക്കേണ്ട എന്ന്. തീരുമാനം പുറത്തു വരുന്നതിന് മുൻപ് സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങി. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിന് പുല്ലുവില കൽപ്പിച്ച് സുധാകരൻ നടത്തിയ നീക്കം ഒടുവിൽ വിജയം കണ്ടു. ഒന്നുകിൽ സ്വതന്ത്രനായി മത്സരിക്കും, അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് BJP മുന്നണിയുമായി മത്സരിക്കും. ഈ ഭീഷണിയിൽ വെറും നോക്കൂത്തിയായി മാറിയ ഹൈക്കമാൻഡ് ഒടുവിൽ സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതോടെ നേതാക്കൾക്ക് മേൽ ഹൈക്കമാൻഡിന് എന്ത് പറയുവാനാണ് ഉള്ളതെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേതാക്കളുടെ ഭീഷണിയിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നത് ഇതാദ്യമായല്ല. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തുടർഭരണം ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ LDF-നെ നേരിടുന്ന നിർണായക തെരഞ്ഞെടുപ്പാണിത്. തുടക്കത്തിലെ ഐക്യമില്ലായ്മ അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക പല നേതാക്കളും പങ്കുവയ്ക്കുന്നു. കെ സുധാകരന് സീറ്റ് നൽകിയതോടെ കോന്നിയിൽ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം അടൂർ പ്രകാശും മുന്നോട്ട് വെച്ചു. ഈ തലവേദന പാർട്ടി എങ്ങനെ പരിഹരിക്കുമെന്ന് കണ്ടറിയണം. അവസാന നിമിഷം മുതിർന്ന നേതാക്കളായ AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ഇടപെട്ടാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യം ശക്തമാക്കിയത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഇക്കാര്യം നേതാക്കൾ അറിയിക്കുന്നു. സുധാകരൻ രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ചാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് നേതൃത്വത്തിന് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഇത് കേരളത്തിലെ UDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നും ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് മാറ്റി സുധാകരന് മുന്നിൽ മുട്ടുമടക്കിയത്. ഇനി അറിയേണ്ടത് കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കുമോ എന്നാണ്. അടൂർ പ്രകാശിനും സീറ്റ് കൊടുത്താൽ MK രാഘവനും കൊടുക്കണം സീറ്റ്. MK രാഘവന് കൊടുത്താൽ ഷാഫി പറമ്പിലിനും കൊടുക്കണം. ഇവർക്കാർക്ക് കൊടുത്താലും KC വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനും കൊടുക്കണം. പക്ഷേ കൊടിക്കുന്നിലും വേണുഗോപാലും ഷാഫിയും രാഘവനും ഒന്നും പാർട്ടിയെ വെല്ലുവിളിക്കുകയോ മുൾമുനയിൽ നിർത്തുകയോ ചെയ്യില്ല. അവരൊക്കെ പാർട്ടിക്ക് വിധേയരായി നിൽക്കുന്നവരാ. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ്. ചുരുക്കത്തിൽ UDF-ന് ഒരു സാധ്യതയുള്ളത് എല്ലാവരും കൂടി കൊണ്ട് കളയരുത്. അത്ര മാത്രമേ പറയുവാനുള്ളൂ.